അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്തിട്ടാ അച്ഛൻ പറയും? പരിപാടി സംഘം. യെസ്, സംഘം. 2200 അഭിലാഷ് 3 തരം. സോ വെൽക്കം ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോക്ക്. ഇപ്പൊ കുറെ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ആവറേജ് ഒരു സൺഡേ ഇങ്ങനെ പോവുക, അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയില്. അപ്പൊ നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം അമ്പലത്തിലെ കണ്ണംകുളം അമ്പലത്തിലാണ്. ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്തിട്ടാ അച്ഛൻ പറയും? പരിപാടി സംഘം. യെസ്, സംഘം. അപ്പൊ നമ്മുടെ ചേട്ടന്മാരെല്ലാരും കൂടി ഒരു സംഘം തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് പോവാ അല്ലെ? സംഘത്തിന്റെ കുറി ആണ് നടക്കാണ്. ആർക്ക് കിട്ടും നോക്കാം. അതെ അതെ, നമ്മുടെ താരങ്ങള് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് ബാക്കി വരുന്നുള്ളത് കണ്ടറിയാം. അപ്പൊ കറക്റ്റ് 10 മണിക്ക് തന്നെ എത്തണം, അല്ലെങ്കിൽ നിയമ നടപടികളൊക്കെ എടുക്കും. ഇത് മീൻസ് ചെയ്യുന്നത് നല്ലൊരു പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യാനാണ്. ഇപ്പൊ എല്ലാവരും ഒരു വിധം വന്നത് കണ്ട ബൈക്കുകളൊക്കെ. 2200 അഭിലാഷ് 2200 അഭിലാഷ് 2 തരം. 2200 അഭിലാഷ് 3 തരം. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സംഘം പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു ഉച്ചയ്ക്ക് ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂർ നമുക്കൊരു ഷൂട്ടുണ്ടായിരുന്നു. ഷൂട്ടും പിന്നെ ഇവൻ്റെ ഫ്രണ്ടിനെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ കോയമ്പത്തൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ദ റിയൽ ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുക, അതൊരു വേറെ ഫീലാണ്. പക്ഷേ നമ്മൾ ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഫുൾ ടാങ്ക് അടിക്കാൻ പാടില്ല, കുറച്ചടിക്കുക. അത് നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി, ഫുൾ ടാങ്ക് ആയിപ്പോയി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമ്മൾ കുതിരാൻ വഴി ഇങ്ങനെ നേരെ പാലക്കാട് കോയമ്പത്തൂർ അടിപൊളി റോഡാണ്. പിന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, മഴ ഉണ്ടായിരുന്നു. അതായത് കുറച്ച് സ്ഥലത്ത് ഒരു 2 കിലോമീറ്റർ മഴ പെയ്യും, പിന്നെ വീണ്ടും വെയിൽ, അതുപോലത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു നമ്മൾ ഔട്ട് സൈഡിൽ നിന്നൊരു ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ആ ആഗ്രഹം ഇവിടെ തീർത്തു. ഞാൻ സദ്യയല്ല, ഊണ്. നമ്മുടെ ഇവിടെ ഊണെന്നൊക്കെ പറയണ പോലെ അവിടെ ഊണ്, അവൻ മസാല ദോശയും. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്രയായി. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സ്ഥലത്ത് മഴയും പിന്നെ നല്ല വെയിലും. അങ്ങനെ നല്ല വെയിലല്ല, നല്ല എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. പിന്നെ അധികം ചൂടുമില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലൈമറ്റ്. അടിപൊളി റോഡും അറിയാലോ. പിന്നെ നമ്മളന്ന് മൈലേജൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു 37.7 അപ്രോക്സിമേറ്റ്ലി എന്തായാലും കുറവായിരിക്കും. അപ്പോൾ ഒരു അത്രയ്ക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു.